ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനിയെങ്കിലും നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ മനസ്സിലാക്കുന്ന ഒരു പെൺകുട്ടിയോടൊപ്പം നീ ജീവിക്കേ. അനസൂയ എന്നും നിനക്ക് നല്ലൊരു ഭാര്യയായിരിക്കും. തീരുമാനം ഞാൻ എടുത്തു കഴിഞ്ഞു. അർജുന്റെ വിവാഹം ഞാൻ തീരുമാനിച്ച ദിവസം, തീരുമാനിച്ച മുഹൂർത്തത്തിൽ തന്നെ ഞാൻ നടത്തും. അർജുൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഭദ്രേട്ടന്റെ മകൾ അനസൂയ. ഇതിലിനി മറ്റൊരാലോചനയില്ല. അമ്മേ, അമ്മയ്ക്ക് ദേഷ്യമാണെന്നറിയാം. എന്നാലും ഞാൻ പറയുന്നത് അമ്മയൊന്ന് കേൾക്കണം. നീ പറയാൻ പോകുന്നത് നീ പ്രേമിച്ചവളുടെ കെട്ടുകഥകളാണെങ്കിൽ വേണ്ട, എനിക്കത് കേൾക്കണ്ട. എന്റെ തീരുമാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് തന്നെ അമ്മേ എന്റെയും പ്രശ്നം. ഇത്രയും നാളും ഞാൻ ഒരാളെ സ്നേഹിച്ചിട്ടും ഇത്രയും സ്വപ്നങ്ങൾ കണ്ടിട്ടും പെട്ടെന്ന് മറ്റൊരാളുടെ കാര്യം പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? എനിക്ക് ഐശ്വര്യമില്ലാതെ പറ്റില്ലമ്മേ. നീ ആരുടെ മഹിമയെ പറ്റിയാ എന്നോട് പറയുന്നതെന്ന് നിനക്കറിയോ? എന്നെ, ഈ കുടുംബത്തെ, എല്ലാത്തിലും ഉപരി നിന്നെ, അങ്ങനെ എല്ലാവരെയും ചതിച്ച ഒരുത്തിയുടെ കാര്യ. ഞാനല്ല, എനിക്ക് മുൻപേ അവളെ വേണ്ട എന്ന് പറയേണ്ടത് നീയാ. നീ സ്നേഹിച്ചതും നിന്നെ സ്നേഹിച്ചതും ഒരുമിച്ച് സ്വപ്നം കണ്ടതും ഒന്നുമല്ല ഇവിടുത്തെ വിഷയം. അവൾ എന്റെ വിശ്വാസം നഷ്ടപ്പെടുത്തി. അതാണ് വിഷയം. നിന്നെ അവള് സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടായിരുന്നെങ്കിൽ അവളൊരു അനാഥയാണെന്നുള്ള കാര്യം മറച്ചു വെക്കുമായിരുന്നു. ഇങ്ങനെ ഒരു ചീപ്പ് ഡ്രാമ കളിക്കുമായിരുന്നു. അപ്പോ അവള് കണ്ടത് നിന്റെ സ്നേഹമല്ല, നിന്റെ പണവാ. ഇത്രയും തടിയും മിടുക്കുള്ള നിനക്ക് ഞാൻ ഇനി അത് പറഞ്ഞു തരണോ? അവളീ കാണിച്ചതിനൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ തല താഴ്ത്തി നിന്നത് നീയല്ല,
ഞാനാ. എന്റെ ജീവിതത്തിൽ ഇതുപോലൊരു അപമാനം ഉണ്ടായിട്ടില്ല. അറിയോ നിനക്ക്? അതും ഞാൻ എപ്പോഴും അഹങ്കരിച്ച് നടന്നിട്ടുള്ള എന്റെ മൂത്ത മകന്റെ കാര്യത്തില് ഇനിയും ഞാൻ നിന്റെ ഇഷ്ടത്തിന് വിട്ടുതരണോ? നിനക്ക് വിധിച്ചത് അനസൂയ തന്നെയാ. അതാ ഇപ്പൊ തന്നെ ഇതൊക്കെ എല്ലാവരും അറിഞ്ഞത്. നിന്നെ അവൾ അത്രയ്ക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. അവളുടെ കണ്ണീരിന്റെ ഫലവാ ഇപ്പോ ഈ കുടുംബം മൊത്തം അനുഭവിക്കുന്നത്. മുന്നിലുള്ള ആത്മാർത്ഥമായ ഇഷ്ടം കാണാതെ നീ കപട സ്നേഹത്തിന്റെ പിന്നാലെ പോയി. കൂടെ ഞാനും. ഭദ്രേട്ടനോടും അനസൂയോടുമൊക്കെ ചെയ്ത തെറ്റിന് പ്രത്യുപകാരം ചെയ്യാൻ പറ്റിയ സന്ദർഭമായത്. അതുകൊണ്ട് എന്തു വന്നാലും ശരി, ഞാനിത് നടത്തും. ഇനിയെങ്കിലും നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ മനസ്സിലാക്കുന്ന ഒരു പെൺകുട്ടിയോടൊപ്പം നീ ജീവിക്കേ. അനസൂയ എന്നും നിനക്ക് നല്ലൊരു ഭാര്യയായിരിക്കും. എനിക്ക് ഉറപ്പാത്. മതി. ഇനിയും എന്നെ കൊണ്ട് കൂടുതൽ സംസാരിപ്പിക്കരുത്. പോ.